1986-ലും 89-ലുമായി കോഴിക്കോട് ജില്ലയിലെ വിവിധ മേഖലകളിൽ 2 കൊലപാതകം നടത്തിയെന്ന വെളിപ്പെടുത്തലുമായി കഴിഞ്ഞ വർഷമാണ് മുഹമ്മദ് അലി, മലപ്പുറം വേങ്ങര സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് അലി വേങ്ങര സ്റ്റേഷനിൽ പോയി ഒരു കുറ്റസമ്മതം നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട് പോലീസ് ആദ്യമൊക്കെ ഇരുട്ടിത്തപ്പിയെങ്കിലും ഇപ്പോൾ അതിലൊരാളെ കണ്ടെത്തിയിരിക്കുകയാണ്. ഇരിട്ടി സ്വദേശിയായിട്ടുള്ള മോഹനൻ മരിച്ചു എന്നാണ് തിരുവമ്പാടി പോലീസിന്റെ കണ്ടെത്തൽ. ആ മുഹമ്മദ് അലി, കുറ്റസമ്മത മൊഴി നടത്തിയ മുഹമ്മദ് അലി ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. എന്ത് തോന്നുന്നതിൽ ഒരാളെ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പൊ എന്താ തോന്നുന്നത്? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഒരു ദുഃഖവും സന്തോഷവും എല്ലാം കൂടി ചേർന്നിട്ടൊരു സമ്മിശ്ര വികാരമാണ് എനിക്കുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുടുംബത്തിന് അദ്ദേഹം മരിച്ചല്ലോ എന്നുള്ള ആ അറിവ് തന്നെ വലിയൊരു ആശ്വാസം തരുന്നുണ്ട് എനിക്ക്. കാരണം അവർക്ക് അവരുടെ സമുദായ ആചാരപ്രകാരം അദ്ദേഹത്തിന് വേണ്ടി ഒരു കർമ്മങ്ങൾ ചെയ്യാൻ അവർക്ക് ഇനിയെങ്കിലും സാധിക്കുമല്ലോ എന്നുള്ളതായിരുന്നു. കാരണം ഇത്രയും കാലം എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാകും എന്നുള്ളൊരു വിശ്വാസത്തിൽ കഴിയുമായിരുന്നു അവർക്കിപ്പോൾ അദ്ദേഹം മരിച്ചെന്ന് അറിഞ്ഞു. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കർമ്മങ്ങൾ ചെയ്യാൻ ഞാൻ കാരണം മൂലം അവർക്ക് സാധിച്ചല്ലോ എന്നുള്ളൊരു വികാരമാണ് ഇപ്പോൾ ഉള്ളത്. അത്തരത്തിലൊരു കുറ്റസമ്മതം നടത്താൻ നിങ്ങളെ പ്രേരിപ്പിച്ച കാര്യം എന്താ? പ്രേരിപ്പിച്ചത് മാനസികമായിട്ട് തകർന്നതുകൊണ്ടാണ്. മോൻ മരിച്ചതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങൾ എനിക്ക് തുടങ്ങിയത്. അതിനു മുമ്പൊന്നും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. കാരണം അങ്ങനെ ഒരു ജീവിതം അങ്ങനെയായിട്ട് മുന്നോട്ട് പോകുമായിരുന്നു. കഴിഞ്ഞ കൊല്ലം ഈ ജൂൺ 3-ാം തീയതി വരെ ഞാൻ ഒരു മനുഷ്യനല്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. കാരണം ഒന്നുമല്ല, കാട്ടിലും പൊന്തയിലും അവിടെ ഇവിടെ അയലിലൊക്കെ ആയിരുന്നു പോയി കിടന്നുകൊണ്ടിരുന്നത്. വീട്ടിലേക്ക് പോകില്ല, മദ്യപിച്ച് എവിടെയെങ്കിലുമൊക്കെ സൈഡായി എവിടെയെങ്കിലുമൊക്കെ കിടക്കുക, അധ്വാനിക്കുന്ന പൈസ കൊണ്ട് മദ്യത്തിന് ചിലവാക്കുക, ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യമായിരുന്നു. മകന്റെ മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കൊലപാതകത്തിന്റെ ഭാഗമായിട്ടാണെന്നുള്ളൊരു തോന്നൽ വന്നിട്ടുണ്ട്. അതിലൊരു തെറ്റ് അങ്ങനെ ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനത്തെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നത്. കുറേ മാനസികമായിട്ടുള്ള അസുഖങ്ങൾക്ക് ഞാൻ മരുന്നും കഴിച്ചിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നല്ല ഒരു ജീവിതത്തിലേക്ക് ഞാൻ മടങ്ങി വന്നു. അപ്പം നല്ലൊരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസിൽ തന്നെയാണോ ആദ്യം ഈ കാര്യം തുറന്നു പറയുന്നത്? ബന്ധുക്കളോടോ കൂട്ടുകാരോടോ ഒക്കെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയിട്ടുണ്ട് എന്നുള്ളത്? ബന്ധുക്കളോട് ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ എൻ്റെ സുഹൃത്തുക്കളോട് പലരോടും പറഞ്ഞിരുന്നു. പക്ഷെ അവരാരും വിശ്വസിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഈ മാധ്യമങ്ങളോട് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവർക്കും വിശ്വാസം വന്നത്. ഇപ്പോഴും അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത എത്രയോ സുഹൃത്തുക്കളുണ്ട്. മരണപ്പെട്ടു എന്ന് കണ്ടെത്തിയ മോഹനന്റെ കുടുംബത്തെ പോകാൻ, അവരെ കാണാൻ അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? അത് ഇത്രയും കാലമായില്ലേ, ഇനിയിപ്പോൾ അത് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതൊരു പോകണത് ഉചിതമല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം, തോന്നൽ. എന്നാൽ ജീവിതത്തിലെ പല പ്രതിസന്ധികളും വേട്ടയാടിയ ഘട്ടത്തിലാണ് അദ്ദേഹം നടത്തിയ 2 കൊലപാതകത്തെക്കുറിച്ച് അദ്ദേഹം തുറന്നു പറയാൻ തയ്യാറായത്. അതിൽ ഒരു കൊലപാതകം തെളിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി ആരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. മറ്റൊരാളെ കൂടി കണ്ടെത്താനുണ്ട്. എന്ത് കുറ്റം, എന്ത് ശിക്ഷ വിധിച്ചു കഴിഞ്ഞാലോ സന്തോഷത്തോടെ സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ജീവിതം മുൻപുള്ളതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ, സന്തോഷകരമായ രീതിയിൽ മുന്നോട്ട് പോകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. മുഹമ്മദ് അഷക്കിനൊപ്പം ഗോകുൽ വേണുഗോപാൽ, 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.